വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ തൊട്ടിട്ട് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോയിൽ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നും നല്ല ക്ലീനായിട്ട് കാണിക്കുന്ന കിച്ചണാണല്ലോ, ഇന്നെന്താ ഇങ്ങനെ എല്ലാം അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമല്ല, എനിക്ക് ചെറിയൊരു ഇങ്ങനെ കണ്ണിന് ഇൻഫെക്ഷനായിട്ട് കണ്ണ് സൂക്കേട് കേട്ടോ. നമ്മളവിടെ കണ്ണ് സൂക്കേട് എന്നാണ് പറയുക. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഫുള്ളി റെസ്റ്റിലാണ് കേട്ടോ. ഒന്നും കിച്ചണിലേക്കൊന്നും വരലില്ല. ഫുള്ള് റഫീക്ക് തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നതാ രാവിലെ ഞാനൊരു 8 മണിയായിട്ടുണ്ട് കേട്ടോ എണീറ്റ് വന്നപ്പോഴുള്ള കിച്ചണിൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് റഫീക്ക കുക്കറിൽ, റഫീക്ക ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് ലീവായിരുന്നു. അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്കുള്ള ഫുഡൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ പരിപ്പ് കുക്കറിലിട്ടിട്ടുണ്ട്. പരിപ്പും മുരിങ്ങേൻ്റെ ഇലയും കൂടെ ഉള്ള കറിയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ മുരിങ്ങയില റഫീക്ക ഇങ്ങനെ നുള്ളിയിടുന്നുണ്ട്. അപ്പം നമ്മൾ തിരൂർ പോയിട്ടുണ്ടായിരുന്നില്ലേ, തിരൂർ പോയി വന്ന് അന്ന് രാത്രി എനിക്ക് കണ്ണിനൊരു ചെറുതായിട്ട് ബുദ്ധിമുട്ട് തോന്നി കിടക്കുന്ന നേരം. പിന്നെ രാവിലെ എണീറ്റപ്പോൾ കണ്ണെല്ലാം തടിച്ചിങ്ങനെ 2 കണ്ണിൻ്റെ പോളയും താഴെ ഇങ്ങനെ തടിച്ചിട്ട് നല്ല റെഡ് കളറായിട്ടുണ്ട് കേട്ടോ. കണ്ണ് മുഖത്തില്ലാത്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ. അതായിരുന്നു അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ 2 ദിവസം നല്ല റെസ്റ്റ് എടുത്തു. അപ്പോൾ അതിങ്ങനെ അടുപ്പത്ത് നമ്മൾ പണികളൊന്നും ചെയ്യരുത്, ഇങ്ങനെ ചൂടൊന്നും തട്ടരുത്, അങ്ങനെയല്ല പറയാം സാഹചര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനത്തെ പണി എന്നല്ല, ഒരു പണിയും ചെയ്തിട്ടില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വരലേ ഇല്ല കേട്ടോ. വാവക്ക് ആണെങ്കിലും വന്നാൽ നല്ല ബുദ്ധിമുട്ടല്ല, റഫീഖാൻ്റെ കാര്യമല്ല, വാവക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ട് തീരെ ഞാനിങ്ങനെ ഇങ്ങോട്ടൊന്നും വരലില്ല കേട്ടോ. ഇന്നിപ്പോൾ നല്ല മാറ്റമുണ്ട്, കംപ്ലീറ്റ് മാറിയില്ല, എന്നാലും മാറ്റമുണ്ട് കേട്ടോ. എന്നാലും റഫീഖ അടുപ്പത്തേക്കൊന്നും വരണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ ഒന്നും ചെയ്യാൻ. അപ്പോൾ ഞാൻ അങ്ങനെ വൈകി എണീറ്റു. ഇതാ റഫീഖ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചായ കുടിക്കുകയാണ്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്നലെ റഫീഖാണ് ഉണ്ടാക്കിയിട്ട്, മിനിഞ്ഞാന്ന് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാട്ടോ ചെയ്തത്. ചോറും അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ ഇന്ന് റഫീഖ ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡും ആക്കണം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവും ആക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉപ്മാവിലേക്കുള്ള അങ്ങനെ മുരിങ്ങയില നുള്ളിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നുള്ളിത്തരാം അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റഫീഖ ഉപ്മാവിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് അങ്ങനത്തെ റഫീഖ ഉണ്ടാക്കുമ്പോൾ ഒപ്പിക്കൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ, എല്ലാം എടുത്തിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലാട്ടോ ഉണ്ടാക്കുക. അപ്പോൾ അതിലുള്ള വെജീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യലും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആട്ടോ. മീനെല്ലാം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ, ഉച്ചക്ക് ഫ്രൈ ആക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വയ്യാണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പോൾ അല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് എത്രയായാലും, നമ്മുടെ സ്ത്രീകളൊരു പ്രത്യേക സ്വഭാവമാണത്, നമുക്ക് എത്രയായാലും അത് പെർഫെക്റ്റ് ആയിട്ട് തോന്നൂല. നമ്മൾ ചെയ്താലേ അതൊക്കെ ശരിയാവോ, നമ്മൾ ചെയ്താൽ അത് പെർഫെക്റ്റ് ആവോ എന്നുള്ളൊരു ചിന്ത നമുക്ക് കയറി വരും കേട്ടോ. എന്നിട്ടൊരു 100 വട്ടം നമ്മളത് വന്ന് നോക്കും. എനിക്കുണ്ട് കേട്ടോ, ഞാൻ ചെയ്യുന്ന കാര്യം തന്നെയാണ്, അതുകൊണ്ടാണല്ലോ എനിക്കിത് കറക്റ്റായിട്ട് പറഞ്ഞു തരാനും കൂടെ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. വീണ്ടും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവർ ചെയ്തോട്ടെ, അവർ ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക കേട്ടോ.
പിന്നെ എന്താ പറയുക, അവർ ചെയ്യുന്ന എന്താണോ അവർ ചെയ്യുന്നത് അത് അവർ കുട്ടികളാണെങ്കിലും ഇപ്പം എനിക്ക് റഫീഖയാണ് ചെയ്തു തരുന്നത്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ മക്കളാണെങ്കിലും ശരി, വീട്ടിൽ വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിലും ശരി, അവർ ചെയ്യട്ടെ. കാരണം എപ്പോഴും എന്താ പറയുക, നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതുപോലെ വയ്യായികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർജൻറ്റ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയ്യായിക വലിയ തിരക്കും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പൊക്കെ ചോദിക്കാം. അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ സാഹചര്യത്തിലെങ്കിലും അവർ ചെയ്യട്ടെ. അത് അവർ ചെയ്യാണ്ടാക്കണ്ട കേട്ടോ. നമ്മൾ ചെയ്താലേ നന്നാവൂ, നമ്മൾ ചെയ്താലേ പെർഫെക്റ്റ് ആവൂ എന്ന് പറഞ്ഞിട്ട് അതും കൂടെ ചെയ്യാണ്ടാക്കിയിട്ട് നമ്മൾ ഫുൾ സ്ട്രെസ്സ് തലയിൽ വാരി കെട്ടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും നമുക്കും ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി പറ്റും. നമ്മളെ പാർട്ട്ണറാണെങ്കിലും ഇനി അല്ലെങ്കിൽ നമ്മളെ മക്കളാണെങ്കിലും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്ന സമയത്ത്, ഇനിയിപ്പോൾ മക്കൾ ചെയ്യുന്ന സമയത്ത് അവരെ റൂമും അതുപോലെ തന്നെ അവരെ കാര്യങ്ങൾ, അവരുടെ യൂണിഫോം കാര്യങ്ങൾ, അവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ, കുറച്ച് വലിയ മക്കളാണെങ്കിൽ അലക്കാനും അല്ലെങ്കിൽ മടക്കി എടുത്തു വെക്കാൻ, അവർ രാവിലെ അറ്റ്ലീസ്റ്റ് അവർ ഡ്രസ്സ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ബെഡൊക്കെ ഒന്ന് മടക്കി ഇടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ പിന്നെയും നമ്മൾ അതിൽ കയറിയിട്ട് അവരെ ബെഡ് വിരിച്ചു കൊടുക്കാനും കാര്യങ്ങൾക്കൊന്നും പോകാൻ നിൽക്കണ്ട. പതുക്കെ അവരതിൽ നിന്നും മാറി അവർ പഠിച്ച് ശരിയായി നമ്മളതിലേക്ക് തന്നെ അവരെത്തും. അപ്പോൾ അവരെ കാര്യങ്ങൾ അവരോട് തന്നെ പറയാം. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതവിടെ കിടക്കുകയുള്ളൂ, ആ ഒരു രീതിയിൽ പറയാം കേട്ടോ. എന്നാലാണ് അവർ മാറി വരുള്ളൂ. എന്നിട്ട് അപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഈസി ആയിട്ട് അവർക്കും ഫീൽ ചെയ്യും. നിങ്ങളെ പാത്രങ്ങൾ നിങ്ങൾ കഴുകുക, അതായത് മീൻസ് വീട്ടിലുള്ള പാത്രങ്ങളല്ല, അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ രാവിലെ ഫുഡാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണ്ടേ. അതിൻ്റെ ഇടയിൽ അവരെ ചോറ് പാത്രം, ഇനിയിപ്പോൾ രാത്രിയിലാണെങ്കിലും അവർ ചോറ് ഉണ്ടായ പാത്രം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും. അപ്പോൾ വൈകുന്നേരം തന്നെ അവരോട് അതൊരു ഓർഡറാക്കി എടുക്കുക. നിങ്ങൾ വന്ന ഉടനെ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ ടിഫിനും കാര്യങ്ങളൊക്കെ കഴുകി ബോട്ടിലൊക്കെ കഴുകി എടുത്ത് വെക്കുക. എന്നാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് അതിൽ ഫുഡ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ കൊണ്ടുവച്ചോട്ടെ. അതുപോലെ തന്നെ അവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരെ ഒന്ന് ശീലിപ്പിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആക്കി വെച്ച് കൊടുക്കുക. അവരെടുത്ത് കഴിക്കാനുള്ളൊരിത് അത് അവർക്ക് വേണം കേട്ടോ. നമ്മൾ എടുത്തു കൊടുത്താലേ അവർ കഴിക്കൂ. ആ രീതിയിലൊന്നും ആക്കരുത്. മക്കളെ ആ രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചെടുക്കരുത് കേട്ടോ. ഇതൊക്കെ നമ്മളും കൂടെ ഒന്ന്, ഏറ്റവും ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, നമ്മളൊന്ന് സ്ട്രെസ് ഫ്രീ ആവാൻ, എന്താ പറയുക, ഒന്ന് ഫ്രീ ആവാൻ ഇതൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ ചെയ്താലേ പെർഫെക്റ്റ് ആവൂ എന്നുള്ള വാശി കളയുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ റഫീഖാൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ റഫീഖ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ ദിവസത്തിൽ റഫീഖ് ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യൂല. എന്തെങ്കിലും വാഷ് ചെയ്യാനുണ്ടെങ്കിൽ വാഷ് ചെയ്ത് തരലുണ്ട്. അതുപോലെ മുറ്റമൊക്കെ നമുക്ക് ഭയങ്കര തിരക്കൊക്കെ ഉള്ള സമയത്ത് മുറ്റമൊക്കെ ക്ലീനാക്കി തരലുണ്ട്. അങ്ങനെ ജസ്റ്റ് കൂടി തരലുണ്ട് കേട്ടോ. പക്ഷെ ഫുഡ് ഉണ്ടാക്കാനൊന്നും അങ്ങനെ നിൽക്കില്ല. പക്ഷേ നമുക്ക് വയ്യാണ്ടാകുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫുഡൊന്നല്ല, ഗീ റൈസ് ഉണ്ടാക്കും. അങ്ങനെ തന്നെ ചിക്കൻ പരട്ട്, ചിക്കൻ മുളകിട്ടത്, അതുപോലെ തന്നെ മീൻ, അങ്ങനെ എന്തെങ്കിലും, മീൻ പൊരിക്കുക, അങ്ങനത്തെ അറ്റകൈ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവലുണ്ട്. അത് റഫീഖ് മാത്രമല്ല കേട്ടോ, റഫീഖിൻ്റെ ഏട്ടനായാലും അങ്ങനെ തന്നെയാണ്. നല്ല കുക്കാണ് ഏട്ടൻ, നല്ല കുക്കാണ് കേട്ടോ. അപ്പോൾ പക്ഷേ കുക്കാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീട്ടിൽ സഹായിക്കാൻ ഇവർക്ക് രണ്ടാൾക്കും മടിയില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണത്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെങ്ങനെയാണോ ചെയ്യുന്നത് അതവർ കാണുന്നുണ്ടാവട്ടെ. എന്നിട്ട് അതിലും കൂടെ എന്താ പറയുക, അതുപോലെ തന്നെ ചെയ്യാൻ അവർ ശ്രമിക്കും കേട്ടോ. നമ്മളെപ്പോഴും ക്ലീനാക്കി വെക്കുന്നത് അവർ കാണുന്നുണ്ടല്ലോ. അത് നമ്മൾ മക്കളാണെങ്കിലും ശരി, ഹസ്ബൻഡാണെങ്കിലും ശരി, അത് ശ്രദ്ധിക്കുന്നുണ്ടാവും കേട്ടോ അവർ. എന്നിട്ട് അതുപോലെ ചെയ്യാനാട്ടോ അവരും ശ്രമിക്കുക. നമ്മൾ നീറ്റാക്കി വെച്ചാൽ അവർ നീറ്റാക്കി വെച്ചോളും. ഇനിയിപ്പോൾ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ മുരിങ്ങയില, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഒരു കറി, പരിപ്പ് മുരിങ്ങയൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും നമ്മൾ നാടൻ റെസിപ്പികളുടെ കൂട്ടത്തിൽ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് റഫീഖ വരുമ്പോഴത്തേക്കും ഇതാണ് കറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു. പപ്പായ ഉപ്പേരി വെക്കുക, മീൻ പൊരിക്കുക, അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഇതാ, അപ്പോൾ അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇത് കണ്ടോ, ഇത്രയും കുക്ക് ചെയ്തിട്ടും സിങ്കിൽ പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ അപ്പം കഴുകി മാറ്റുന്നുണ്ട് കേട്ടോ. അതാണ് വലിയ കാര്യം. നമ്മൾ എന്താണ് ചെയ്യുന്നത് അവർ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ മക്കളാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മാത്രം മതി, അവരോട് പറയേണ്ട കാര്യമില്ല. ശരിക്കും നമ്മളത് കണ്ടിട്ട് അവർ വന്നോളും ശരിക്കും നമ്മളെ വഴിയിലൂടെ.
ഇനിയിപ്പോൾ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. റവ വെച്ചിട്ടുള്ള ഉപ്പുമാവില്ലേ, ഭയങ്കര ടേസ്റ്റുള്ള ഉപ്പുമാവുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. റഫീഖ് ഉണ്ടാക്കുന്ന ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. എന്നാലും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പറയണം, കാണിക്കാം. റെസിപ്പി ആയിട്ട് തന്നെ വ്ളോഗിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കാം. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റഫീഖാക്കുന്ന ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തിരക്കിട്ടിട്ട് എല്ലാം ഓടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാക്കിയുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ പോയി കുറച്ച് സമയം കണ്ണിലൊക്കെ മരുന്നൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം കടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും റഫീഖാൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ റഫീഖാൻ്റെ കൂടെയും ഞാൻ വന്നിരുന്ന് കഴിക്കലില്ല കേട്ടോ. ഇന്നിപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ വന്നിരുന്നേ ഉള്ളൂ. അവർക്കും കൂടെ കൊടുക്കണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉപ്പുമാവും പഴമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല കോമ്പിനേഷൻ അല്ലേ ഉപ്പുമാവും പഴവും. എനിക്ക് ആദ്യം ഇത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഞാൻ ഉപ്പുമാവ് മാത്രം അങ്ങനെ ഇപ്പോഴും ഇഷ്ടമാണ് കട്ടൻ ചായ കൂട്ടിയിട്ട് കഴിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ റഫീഖ ശീലാക്കിയതാണ്. റഫീഖ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ. സാധാ പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ റഫീഖക്ക് ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഗിവ് എവേനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ മിക്കവാറും നമ്മൾ നാളെ 100K ആവും കേട്ടോ. ആവുമായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മൾ ഇനി ഗിവ് എവേയിൽ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഞാൻ തന്നിട്ട് പിന്നെ ആൻസർ ചെയ്യാനൊന്നും ടൈമില്ല കേട്ടോ. നാളെ നമ്മൾ മിക്കവാറും 100K തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഗിവ് എവേ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ 100K കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനിയും അഡ്രസ്സൊക്കെ അയച്ചു തരാത്തവരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അഡ്രസ്സ് നിങ്ങൾ അയച്ചു തരും കേട്ടോ. കുറച്ച് പേരൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. പിന്നെ 100K ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയച്ചു തരുന്നതാണ്. അയച്ചു തരുന്നതിന് മുമ്പേ ഞാനത് വീഡിയോയിലും കാണിക്കുന്നതാണ് കേട്ടോ. എന്നിട്ടായിരിക്കും അയച്ചു കൊടുക്കുക. ഇതിപ്പോൾ റഫീഖ് പോയപ്പോൾ കണ്ടോ, അപ്പുറത്തെ വീട്ടിലെ അവിടുത്തെ മോനാണ് കേട്ടോ. അപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ, റഫീഖാൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓന് പുറത്ത് വരിക. എന്നിട്ട് ബൈക്ക് കണ്ടാലും കാറ് കണ്ടാലും ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ റഫീഖ ടൈം ഉണ്ടെങ്കിൽ അത് കയറ്റി ഇരുത്തലൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പോയിട്ടാ. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ റഫീഖ ഇവിടെ എല്ലാം ക്ലീൻ, അതാ ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് കണ്ട. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ റഫീഖ പറയുന്നുണ്ട് കേട്ടോ, പണി എടുക്കുമ്പോൾ ഇപ്പോൾ എടുക്കല്ലേ, ഞാൻ ക്ലീൻ ആക്കിയിട്ട് എടുക്കാം, അത് കട്ട് ചെയ്യുന്ന എടുക്കല്ലേ, ഇത് ഇങ്ങനെ എടുക്കല്ലേ, ഇത് ഇവിടെ എടുക്കല്ലേ, ഞാനത് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. അതും കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പാത്രത്തിൽ പപ്പായ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ടൈം കിട്ടിയില്ല പാവം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പം മുരിങ്ങയിലയും പരിപ്പ് കറി ഉണ്ടല്ലോ, അപ്പോൾ വേറൊരു ഉപ്പേരീൻ്റെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ, തോരൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു. പരിപ്പ് കറിയും മീനും ഫ്രൈ ചെയ്തിട്ടാ അത് തന്നെ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ അകത്തിൻ്റെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. 2 ദിവസമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ചെടിയെല്ലാം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ എല്ലാം ഒന്ന് കഴുകി അങ്ങനത്തെ ഒക്കെ കൊടുക്കുമല്ലോ, അതുകൊണ്ട്. പിന്നെ ഓരോ സാധനം അവിടെ ഉണ്ടാവും കേട്ടോ. അതൊന്നും എടുത്തു വെക്കാനൊന്നും വരാത്തതുകൊണ്ട് അടിച്ചു വരാൻ അങ്ങനത്തെ ഒക്കെ റഫീഖ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാവും കേട്ടോ. എല്ലാം ക്ലീൻ ആയിട്ടിരിക്കും. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് അടുക്കിപ്പെറുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഇതൊന്നും മാറ്റി വെച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ഇത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പോൾ അന്ന് രാത്രി കൊണ്ടുവന്ന് വെച്ച ബാഗ്, എൻ്റെ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പാർട്ടീഷനിലുള്ള ചെടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി വെക്കാനൊക്കെ ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും ഒരു 2 ദിവസം കൂടെ കഴിയട്ടെ, എന്നിട്ടൊന്ന് റെഡി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം തെറ്റിയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരുപാടങ്ങ് വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഓരോന്ന് അവിടെ ഇവിടെ. എനിക്കതാണെങ്കിൽ തീരെ ദഹിക്കൂല കേട്ടോ. എനിക്കങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു മനസ്സിന് ഒരു വല്ലാത്തൊരു ഇതാട്ടാ, ഒരു ടെൻഷനാണ് ശരിക്കും. ചെയ്തില്ലല്ലോ, ഒരു അടുക്കിപ്പെറുക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. എനിക്ക് തുടക്കേണ്ട ഒന്നും ആവശ്യമില്ല, അടിച്ചു വാരേണ്ട പോലും ആവശ്യമില്ല. എനിക്ക് അടുക്കിപ്പെറുക്കി വെച്ച് നീറ്റാക്കിയിട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസം ഞാനതൊന്നും നോക്കിയിട്ടില്ല.
പിന്നെ റഫീക്ക് ഇവിടെ ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്യാനോ സമ്മതിക്കൂല കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതാ പ്ലാന്റ് കണ്ടോ, പ്ലാന്റൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് പുറത്തേക്കൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ബെഡ്റൂം കേട്ടോ, ബെഡ്റൂമിൻ്റെ അവസ്ഥയാണേ. ഇതിപ്പം ഞാൻ രാവിലെ ഇന്ന് ബെഡ്റൂം മടക്കി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതാ ഈ സൈഡ് ടേബിളിൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ കാര്യങ്ങൾ. ഇപ്പം ഇത് ഞാൻ എടുത്തു വെച്ചാലേ എടുത്തു വെക്കുള്ളൂ. ഡെയിലി നമ്മൾ ബെഡ് വിരിക്കുന്ന സമയത്ത് ഇവിടെ 1-2 കാര്യം ഉണ്ടാവും, അതിങ്ങനെ ഉള്ളിലേക്ക് എടുത്തു വെച്ച് വേണ്ടാത്ത ചോദിച്ചിട്ട് കളയുക, അങ്ങനെയാണ് പതിവ്. ഇതിപ്പോൾ 2 ദിവസമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ വെള്ളം, കപ്പ്, മെഡിസിന് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഞാനും നിങ്ങൾ കമൻറ്റ് നോക്കുക, കമൻറ്റുകൾ നോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. എനിക്ക് വെറുതെ ഇങ്ങനെ എന്താ പറയുക, അടഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത് കേട്ടോ. കഴിഞ്ഞ ദിവസം വീഡിയോ ഇടുമ്പോഴും എനിക്ക് വയ്യ, അന്ന് നല്ല കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ റഫീക്കും എഡിറ്റ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു, എന്നാലും ഞാൻ കുറച്ച് വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ കുറച്ചായിട്ട് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതാണ് കേട്ടോ. അത് ശരിക്കും കണ്ണൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല അന്ന്. പിന്നെ ട്രാവൽ വ്ളോഗും ആയിരുന്നല്ലോ, അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചാണ്. റെസിപ്പിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇടൂല എന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇതാ മുറ്റത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ മുറ്റം അടിക്കാനൊന്നും എന്തായാലും പോകുന്നില്ല കേട്ടോ. മുറ്റമൊക്കെ നമ്മൾ 1-2 ദിവസം ഇനിയിപ്പോൾ നമുക്ക് വയ്യെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമ്മൾ അടിക്കാണ്ടിരുന്നാലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. എന്നും നമുക്കിങ്ങനെ കാര്യങ്ങൾ ഒരു ഓർഡറിൽ ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത് കേട്ടോ. നിങ്ങൾക്കും ഞാനും എന്നും ഇങ്ങനെയാണ്, എന്നും ഒരേ ഓർഡറിൽ എന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ ലൈഫിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാത്ത ദിവസങ്ങളും ഉണ്ട്. ചിലപ്പം ഒപ്പിച്ചുള്ള പണികളൊക്കെ ചെയ്യലുണ്ട്. വീട് അലങ്കോലമായിട്ട് കിടക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളെവിടെ യാത്ര കഴിഞ്ഞൊക്കെ വന്നാൽ ഞാൻ അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എനിക്കെന്താ ചെയ്യാൻ പറ്റാത്ത, ഞാൻ പെർഫെക്റ്റ് അല്ലല്ലോ, എല്ലാവർക്കും പറ്റുന്നുണ്ടല്ലോ, ആ ചിന്ത നിങ്ങൾക്ക് വരാൻ പാടില്ല കേട്ടോ. നിങ്ങൾ എന്നെയായിട്ട് കമ്പയർ ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കും അങ്ങനെ തന്നെയാണ്. വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതല്ലേ നമ്മൾ കാണിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അടുക്കി പെറുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വേറെയുള്ള കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇത് ഞാൻ പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ സ്പീഡിലിട്ട് കാണിക്കുന്നതേ ഉള്ളൂ, കുറേ ടൈം ആക്കണ്ട വെറുതെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ച കപ്പ്, വെള്ളം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കാണിച്ച് ഫസ്റ്റ് ദിവസം തന്നെ കാണിച്ച് മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റമുണ്ട്. നല്ല ഭീകരമായിട്ടുള്ള സംഭവമാട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ചെറുതായിട്ടൊന്നുമല്ല. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെക്കലുണ്ട് കേട്ടോ. ആരെങ്കിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിലേക്കൊന്നും പോവലേ ഇല്ല. അങ്ങനെ അതൊക്കെ അടുക്കി പെറുക്കി വെച്ചു. ഇനി ബെഡൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ. മാറ്റി വിരിക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായിട്ട് മാറ്റി വിരിക്കുക, കഴുകാനൊക്കെ മൊത്തത്തിൽ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് ബെഡൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഗിവ് അവേൻ്റെ കാര്യം അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗിവ് അവേ ക്വസ്റ്റ്യനെല്ലാം നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ട്, കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറയലില്ലേ നമ്മളെ ബമ്പർ ഗിഫ്റ്റ്, അതിലേക്ക് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. അതിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, അത് വിന്നറായാലും ശരി, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും, റോങ് ആയാലും കറക്റ്റ് ആയാലും ആൻസർ ചെയ്ത എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള 2 വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി കിട്ടാത്തവർ എനിക്ക് കിട്ടിയില്ലല്ലോ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമാണ് കേട്ടോ. എനിക്ക് കമൻറ്റ് വായിക്കുമ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ എല്ലാത്തിനുള്ള കമൻറ്റിനുള്ള റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ശരിക്കും വിഷമമാവും കേട്ടോ. ഞാൻ എല്ലാ വീഡിയോ കാണുന്നതാണ്, എന്നിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കമൻറ്റുകളാണ് കേട്ടോ. പക്ഷെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് 100K ആവുന്നതിനോട് അനുബന്ധിച്ച് ആ ഒരു സന്തോഷത്തിന് നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും തരാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും ഗിവ് അവേ നടത്തുന്ന പോലത്തെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ നമ്മളത്. അത്രയും സിമ്പിളായിട്ടുള്ള നമ്മളെ വീഡിയോ തന്നെയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കുറേ
പലരും ആരെങ്കിലും ഇങ്ങനത്തെ ഗിവ് അവേ നടത്തിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് കേട്ടോ. കാര്യം എനിക്ക് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം, എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആവണം, പങ്കെടുക്കാൻ പറ്റണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 100% സക്സസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്, നിങ്ങൾക്ക് ഗിവ് അവേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. നമ്മൾ ഗിവ് അവേ അടിപൊളിയായിരുന്നോ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ അടിപൊളിയായിരുന്നോ, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ, ഉപകാരപ്രദമായിരുന്നോ, നിങ്ങളത് എൻജോയ് ചെയ്തോ. ഈ വിന്നർ ആവാണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും അങ്ങോട്ട് ഉള്ള യാത്രയിലൊക്കെ ഒരുപാട് ഗിവ് അവേ ഉണ്ടാകട്ടെ, നമ്മളെ വീഡിയോ മുന്നോട്ട് പോട്ടെ. അത്രയും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ മുന്നോട്ട് വരട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്നെപ്പോലെ നിങ്ങളും പ്രയത്നിക്കുക. അറിയാത്തവർക്കൊക്കെ നമ്മളെ ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമ്മളിതിൽ വീണ്ടും നമ്മൾ ഗിവ് അവേ ഉണ്ടാക്കും ഓരോ കാര്യങ്ങളോടനുബന്ധിച്ച്. അപ്പോൾ എല്ലാവർക്കും വിന്നറാവാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ വെറൈറ്റി ഗിവ് അവേകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇനിയും അങ്ങോട്ടുള്ള വീഡിയോസും എല്ലാം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ ഞാൻ ഇതുവരെ എത്തിയത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ക്ലീനിങ് ഒക്കെ കിച്ചൺ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ് എന്ന് പറയാൻ പറ്റില്ല, അടുക്കി പെറുക്കലെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ പ്ലാന്റ്, അപ്പോൾ മണി പ്ലാന്റ് ഇതുപോലെ ഇലയൊക്കെ കുറേ വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട്, അതുപോലെ തന്നെ പോട്ടും കഴുകിയിട്ട് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ, ഒന്ന് ഫ്രഷ് ആക്കി എടുക്കട്ടെ. അതുപോലെ വീഡിയോയിൽ എന്ത് ടൈപ്പ് വീഡിയോകളാണ് ചെയ്യേണ്ടത്, അതുപോലെ മോട്ടിവേഷൻ ടോക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത് എന്നുള്ളതൊക്കെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് പറയാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. നമ്മൾ ഒരു ഫാമിലി പോലെ എന്താ പറയുക, അതിനുള്ള പരിഹാരങ്ങൾ, എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുന്നില്ലേ, കുറേ കാര്യങ്ങൾ കമൻറ്റിലൊക്കെ എനിക്ക് ഭയങ്കര ഉപകാരമാവലുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കലുണ്ട്. അതുപോലെ നിങ്ങളെ ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് പറയുന്ന സമയത്ത് ബാക്കി ഇപ്പം എനിക്ക് പറ്റുന്നത്, എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാനും അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനത്തതൊക്കെ ഞാനും അതിനെക്കുറിച്ച് പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഒരു ഫാമിലി ആകുമ്പോൾ അതിലുള്ള മറ്റു പലരും നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും കേട്ടോ, കമൻ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് നമ്മളെ ഫാമിലി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചിന്തിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഇതാ നമ്മളെ പ്ലാന്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇനിയൊരു 2-3 ദിവസം ഇവിടെ വെക്കാം കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആവട്ടെ, ജസ്റ്റ് സൂര്യപ്രകാശമൊക്കെ തട്ടി വെളിച്ചമൊക്കെ തട്ടുന്നൊരു ഏരിയ ആണുള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ടൊന്ന് റെഡി ആയിട്ട് അകത്തേക്ക് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും അടുക്കിപ്പുറക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടിച്ചു വാരുന്നുണ്ട്, ഒന്ന് ഓടിയിട്ട് മാറ്റൊന്നും ഞാൻ എടുത്ത് മാറ്റുന്നില്ല കേട്ടോ, വെറുതെ ഓടിച്ചൊന്ന് അടിച്ചു വാരുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലായിടത്തും അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് സമയം വീഡിയോ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സമയമൊക്കെ ഇരുന്നു. എന്നിട്ട് പിന്നീട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ, വാവയും അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.